ഇത് വന്ന് കുട്ടി സാപ്പാട്. ഹലോ ഗായ്സ്, അപ്പോൾ ഇത് ഞങ്ങളുടെ കൊടൈ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ഓഫ് സ്റ്റാർട്ടിംഗ് ആണ്. മോർണിംഗ് ആണ് ഈ കാണുന്നത്. ഒരു നല്ലൊരു സൺ റൈസൊക്കെ കിട്ടി, നല്ലൊരു കോടയും നല്ലൊരു തണുപ്പും, അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നത്. ഗായ്സ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയർ സെറ്റപ്പിനുള്ള സ്ഥലങ്ങൾ. റൂം, കയറി വരുന്ന സ്ഥലം, പിന്നെ വ്യൂ നല്ല വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ കോട കയറിയതാണ്. അപ്പോൾ ഒറ്റക്കനാൽ കൊടൈക്കനാലിലുള്ള ഏകദേശം ഞങ്ങളുടെ ഒരു എൻഡിങ്ങിലോട്ട് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് തിരക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് സേലം പോകുന്നുണ്ട്. അവിടെ നിന്ന് UBM ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. അവിടെ ഒരു ഗ്രാൻഡ് ഉച്ചക്കത്തെ ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഏകദേശം ഇവിടുത്തെ പരിപാടീസൊക്കെ കലാസായി. നല്ലൊരു അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു. ബൈ ബൈ ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ വേണേ. ഞങ്ങളുടെ ഗായ്സ് എല്ലാവരും ഉണ്ട്. പോണം, ഒരു ടാറ്റ പറഞ്ഞു. അപ്പോൾ ബൈ ബൈ ഫ്രം മട്ടക്കനാൽ കൊടൈക്കനാൽ. സേലത്ത് വെച്ച് കാണാം ഗായ്സ്. കൊടൈക്കനാൽ വന്നിട്ട് ഇനി ഞങ്ങള് ഒന്നും വാങ്ങിച്ചില്ല എന്ന് പറയുന്നത്. നാച്ചുറൽ സ്പൈസി ചോക്ലേറ്റ്സ്, എല്ലാവരും ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ കൊടൈക്കനാലിൽ ഞങ്ങൾ വന്നപ്പോ ഒരു വെറൈറ്റി സാധനം കണ്ടാണ് മാംഗോസ്റ്റ്. ഇത് ഞങ്ങൾ കഴിക്കണ എങ്ങനെയാന്ന് കാണിച്ചതാ. ഇതിങ്ങനെ എടുക്കാം, എന്നിട്ട് അയ്യേ പൊട്ടിച്ചിട ഒരു ഞുളുക്ക് സാധനം കിട്ടും. എടുത്തിട്ട് പീശക്ക് അങ്ങനെ ഞങ്ങൾ ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഉള്ളതുകൊണ്ട് 3800 നിർത്തി. നല്ല സ്പീഡിൽ എടുത്തോട്ടോ. ഇതങ്ങനെ ചെറിയൊരു ടാസ്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടിയിൽ ട്രാൻസ്മിഷൻ്റെ ലൈറ്റ് കത്തി കിടക്കണം. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ ബോണറ്റ് പൊക്കി വെച്ചിട്ട് സേലം റോട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള പേടി. ഞങ്ങൾ സേലം വഴി ധർമാപുരം പോയിട്ട് ടൊയോട്ട സെന്ററിലോട്ട് പോയിക്കൊണ്ടിരിക്കേ. പ്ലാൻ ഡ്രോപ്പ് UBMലോട്ട് പോകാൻ പറ്റില്ല ഗൈസ്. അപ്പൊ ഞങ്ങൾ UBMലോട്ട് പോകാനുള്ള പ്ലാൻ ചെറുതായിട്ട് ഡ്രോപ്പ് ചെയ്യാതിരിക്കാം. ഞാൻ വണ്ടിക്ക് ചെറിയൊരു വാർണിംഗ് ഷോസും എൻജിൻ ചെറിയൊരു എന്താണ് സ്പീഡ് കുറഞ്ഞതിൻ്റെ ഒരു വാർണിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈറോഡ് സേലം റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ടൊയോട്ടയുടെ ഷോറൂമിൽ പോയി അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് ചിലപ്പോൾ സമയമാണെങ്കിൽ UBM പോകും. പറ്റുവാണെങ്കിൽ ഞാൻ എൻ്റെ ഇത് കാണിച്ചതായില്ലെങ്കിൽ ഞങ്ങൾ ഇത് ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്ത് നല്ലൊരു ബിരിയാണി കഴിച്ച് ചിലപ്പോൾ വീട്ടിൽ പോകും. അതാണ് നിലവിലത്തെ കണ്ടീഷൻ. ഇതും ഒരു എക്സ്പീരിയൻസ് ആണ്. Guys, at last we reached to our Toyota showroom. Annamalai Toyota. Guys, അങ്ങനെ ഞങ്ങളുടെ UBM പ്ലാനോളായി. ഞങ്ങളപ്പോ വണ്ടിയുള്ള പരിപാടീസ് എല്ലാം സെറ്റാക്കി പറഞ്ഞേരെ കൂടെ UBയിലോട്ട് 1 മണിക്കൂറോടെയൊക്കെ എത്താനുള്ള പ്ലാനാണ്. ഇപ്പൊ 3:30 അല്ലേ 3:15 ഞങ്ങപ്പോ പാട്ടിട്ട് വെച്ചാൽ
ചെറിയ ബാർ സെറ്റപ്പ് ധോണിയുടെ സെറ്റ് ചെയ്യാണ്. എല്ലാവർക്കും ഒന്ന് നോക്കാം ധോണി അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ധോണി ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്, കാരണം നമ്മൾ UVM-ലേക്ക് പോവുകയാണ്. അതിന്റെ ഒരു സന്തോഷം വെള്ളമൊഴിക്കുന്നു. UPM-ലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 മിനിറ്റ്. ഇപ്പെത്തും. എൻ്റെ അമ്മേ, അപ്പോൾ രാവിലെ ഒരു ബ്രെഡ് ഓംലേറ്റും ചായ മാത്രം കുടിച്ചിട്ടാണ്. ഇപ്പോൾ സമയം 4:30. ഇതുവരെ ഒന്നും കഴിച്ചല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, UPM-ൽ വന്നിട്ട് ഒരു തകർപ്പൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു പ്ലാനിലാണ്. ഏകദേശം UPM-ൽ എത്തിയിട്ടുണ്ട്. ബാക്കി അവിടുത്തെ ഫുഡിൻ്റെ പരിപാടീസൊക്കെ എങ്ങനെയാണ് ഞാൻ വീഡിയോ കാണിച്ചു കേട്ടോ. ഞാൻ മൂത്രച്ചു ഇപ്പോൾ സീറ്റഡ് ആയിട്ടുണ്ട്. കുഞ്ഞില് എന്താണ് അവസ്ഥ? മട്ടൻ ബോട്ടി, കേരള മട്ടൻ ഹെഡ്, அப்படியா? മട്ടൻ ബോൺ, ചിക്കൻ കട, ചിക്കൻ ഗ്രേവി സൂപ്പറാണ്. അത് എന്നത് ഇത് വാൻകോഴി. அப்படியா? കൊഞ്ചെടുത്ത് വായിൽ വെക്ക വേണം. വേക്കാറാ? ഇത് എന്നത്? ഞാൻ കഴിക്കും, ഞാൻ ഫുൾ സാപ്പിടും. പിന്നെ ഫുഡ് വന്ന് ഗംഭീരം. കുഴപ്പമില്ല, സൂപ്പറാ ഇருக்கு. ஒவ்வொரு பாசை. ഇത് എന്നത്? இது பெப்பர் சிக்கன். പെപ്പർ ചിക്കൻ. ദിസ് ഈസ് പെപ്പർ. സൂപ്പർ. போதும். பிரியாணி, ரைஸ், சிக்கன், மட்டன், பீஃப் எல்லாமே கிடைக்கும் இங்க. கிடைக்கலையா சஜில? இது என்ன ரெண்டு வைக்கிறேன்? இது வந்து சிக்கன் கிரேவி. ஓகேவா? சூப்பர். குட்டி சாப்பாடு. சூப்பர். என்ன சாப்பாடு? குட்டி சாப்பாடு. சின்ன சாப்பாடு. இது வந்து குட்டி சாப்பாடு தான். കഴിച്ച് போடுறதுக்கு 100 rupees ഞാൻ തരേ. சிக்கன் லெக் பீஸ் பிடிச்சிக்கோ. பிடிச்சிருக்கு. கையில கை பிடிக்கும். ஓ தேங்க்யூ. இந்த பையனுக்கு எடுத்துக்கோ. ஐயோ சஜில். இது வந்து ஹெவி ஊனை சூப்பராக இருக்கு. எல்லாருமே சாப்பிட்டு இருக்கு. எல்லாரும் சாப்பிட்டு. இந்த பையன் சாப்பிடக்கூடாது, പക്ഷേ சாப்பிட்டாச்சு. நோ ப்ராப்ளம். സൂപ്പറാ ഇருக்கு. ഗൈസ്, ഇത് റോസാപ്പൂ. സൂപ്പർ സാധനം. കറക്റ്റ് റോസാപ്പൂൻ്റെ മണം. ഒരുവിധം എല്ലാം മുടിഞ്ചാറ്റത് വിചാരിക്കുന്നു. ഇവരൊന്നും കഴിച്ചടാ പാഴം. അപ്പോൾ ഇതിനകത്ത് കിട്ടിയ റോസാപ്പൂ സാധനം നമ്മൾ തൈരിൻ്റെ കൂടെ മിക്സ് பண்ணணும். சூப்பரா இருக்கு. ரொம்ப டேஸ்டா இருக்கு. ஒருவித எல்லாம் கம்ப்ளீட்டா இருக்கு. கூலிங் வாட்டர் இல்லையா? நான்வெஜ் சாப்பிடும்போது கூல் வாட்டர் சாப்பிடக்கூடாது. half an hour கழிச்சு சாப்பிடலாம். നോട്ട് ദ പോയിന്റ്. ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. മച്ചു പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കണ കൂട്ടത്തിൽ കോൾഡ് വാട്ടർ കുടിക്കരുത്. അത് ഹാർട്ട് അറ്റാക്കിന് എന്താണ് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂട് വാട്ടർ കുടിക്കണം. അപ്പടിതാ
അപ്പിടില്ല. ഈ മനുഷ്യനാണ് എന്നെ ഓണർ. ഭയങ്കര ജെന്യൂൻ പേഴ്സണാണ്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. സൂപ്പറാണ്. മുട്ടയാ? അവൻ മുട്ടയെ കൊടു. ഗായ്സ് ഞങ്ങൾക്ക് ലാസ്റ്റ് അവര് ഇന്ത മാതിരി സാധനം പങ്കിട്ടാച്ച് കുനിഞ്ഞപ്പോ വെള്ളം പോയത് എഴുതോ കുനിഞ്ഞാ മതി അപ്പൊ വെള്ളം പോകും. സൂപ്പറാ இருக்குல்ல? எப்படி இருக்கு? பிரமாதம். அப்படி பேசு. ஏய் சஜில் என்ன பேசுற? பிரமாதம். Thank you, Tata. Thank you for the day. സെൽഫി എടുക്കലാ. സെൽഫി എടുക്കലാമാ? അങ്ങനെയാണ് UBM ഫുഡ് കഴിച്ചിറങ്ങിയാണ്. എങ്ങനെയുണ്ടായ റിവ്യൂ പറയൂ. അടിപൊളി ഫുഡ്. എങ്ങനെയുണ്ടായി? വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ? റേറ്റിംഗ് 10 ൽ 10. ഓഹോ മൂഡ്സ് 10 ൽ 9. 8. എന്താണ് 8 കൊടുക്കാൻ കാരണം? കുറെ കറികൾക്ക് ഭയങ്കര എരിവായതുകൊണ്ട് എരിവുണ്ട്. യെസ് എക്സാക്ട്ലി. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കുറച്ച് കരഞ്ഞു. എന്റെ മാർക്കിന് ചെറിയ ചേഞ്ച് ഉണ്ട്. ഞാൻ 10 ൽ 9 ആണ് കൊടുക്കുന്നത്. അതെന്താ? അവന് പേടിയാണ് ഗൈസ്. നിങ്ങൾ പൊങ്കാലയിടുന്നുള്ള പേടിയാണ് ഗൈസ് അവന്. ഒരു കുഴപ്പമില്ല. പക്ഷെ വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യാട്ടോ. ഇത് അടിപൊളി സ്ഥലമാണ് UBM. ഇത് ഏതാണ് ഏട്ടാ സ്ഥലം? സേലത്തുനിന്ന് ഒരു കുറച്ച് കിലോമീറ്റർ ഉള്ളു. സേലത്തണ്ട. നമ്മള് പൊള്ളാച്ചിന്ന് വന്ന വഴിക്ക് സേലത്തിന് നടക്കായിട്ട് UBM സെർച്ച് ചെയ്താൽ മതി. കുഴപ്പമൊന്നുമില്ല കിട്ടിക്കോളും. നമ്മ വീട് സാപ്പാട് എത്രയാണ് പെർ ഹെഡ് ഒരാൾക്ക്? 800 റുപ്പീസിന് മട്ടൻ, ചിക്കൻ, മീന്, ബിരിയാണി, ചോറ്. ബീഫ് ഇല്ല കേട്ടാ. ബീഫ് കഴിക്കണ്ട. റോസാപ്പൂ ചമ്മന്തി മസ്റ്റ് ട്രൈ ആട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനം റോസാപ്പൂ ചമ്മന്തി വിത്ത് തൈര്. സ്പെഷ്യൽ സാധനം. ഒരു രക്ഷയില്ല. മറ്റേ സാധനം എടുക്കണ്ടേ? ഏതാണ്? സാമ്യാണ്ണന്റെ സാമ്യ. അപ്പൊ ഓക്കെ ബൈ. അപ്പൊ ഇത്ര ഉള്ളൂ. അപ്പൊ സേലം പരിപാടീസ് ഒക്കെ ഇത്ര ഉള്ളൂ. ഇനി അടുത്തത് ആദിയോഗി അല്ല ഇതാണ് ഇഷ ഫൗണ്ടേഷൻസിൽ ഞങ്ങൾ കോയമ്പത്തൂർ. അടുത്ത വർഷം കോയമ്പത്തൂർ വെച്ച് കാണാം ഗായ്സ്. കോട്ടയുണ്ട്. വിശാലമായിട്ടുള്ള സ്ഥലം. ചെറിയ മഴക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഓണാണ് ഗായ്സ്. ഞങ്ങൾ നടക്കാറിങ്ങാണ്ടാ. കാരണം അന്യായ തീറ്റയെന്ന് വയറൊക്കെ ഇരിക്കാണ്ടാ. ഗുമ്മായി ചുഹലൊക്കെ കിളി പോയി. അപ്പൊ ഒന്ന് നടന്നിട്ട് വണ്ടിക്കറന്ന് ചോദിച്ചു. ഇനി ഞങ്ങള് കോയമ്പത്തൂര് ഇഷ ഫൗണ്ടേഷനിലോട്ടാ പോണത്. പിന്നെ ഹെൽമെറ്റ് പോടുങ്കോ അല്ലെ സാവിട്. അപ്പൊ അതാ സംഭവം. അപ്പൊ ഞാൻ അങ്ങോട്ട് പോണം. അപ്പൊ വണ്ടിയിൽ ഇനി ഫുൾ ടൈം ഇരിപ്പായിരിക്കും. അപ്പൊ അതുകൊണ്ടൊന്ന് നടന്ന് ഓടാ. വട്ടം തന്നെ. അയ്യോ പക്ഷെ കൊള്ളാണ്ട. കിടിലൻ ക്ലൈമറ്റ് ആണ് ഇന്ന്. നൈസ് ക്ലൈമറ്റ് അല്ലേ? ആൽക്കഹോളിക് വെതർ ആയിക്കൊണ്ടിരിക്കണേ ഇവിടെ. ആൽക്കഹോൾ വാങ്ങിക്കാണ്ട് ഗൈസസ് ആയിട്ട് പോവാൻ നിൽക്കണേ ഞാൻ. അതുകൊണ്ട് പൊളിക്കാം നമുക്ക്. UBM മസ്റ്റ് വിസിറ്റ്. പെർഫെക്റ്റ്. ഓക്കെ, ദിസ് ഈസ് എ പെർഫെക്റ്റ് ലൈഫ് ടൈം സെറ്റിൽമെന്റ്. യാ, യു ഹാവ് ടു കം ആൻഡ് ഈറ്റ് ദ ഓൾ ഷിറ്റ് ഹിയർ. അപ്പൊ ഓക്കെ ബൈ ഗൈസ്. ഓക്കെ ബൈ. भैया वास्ते का ना हुई है क्या? वास्ते का ना हुई है. वास्ते का ना हुई है. क्या बोल रहा है? वास्ते का ना हुई है. क्या होता है ये? हुईया क्या उधर पूछ ले, वो सामने खड़े. किने किटा हुईया नहीं. वास्ते का ना हुईया. क्या है? वास्ते का ना हुईया. हमें नहीं पता भाई क्या है. नहीं किने. അങ്ങനെ ഗൈസ് ഞങ്ങൾ UBM ഒരു ഗ്രാൻഡ് ഫുഡ് അടിക്കിയ ശേഷം ഞങ്ങൾ നേരെ കോയമ്പത്തൂർക്കുള്ളൊരു പോക്കാണ് ഈ കാണുന്നത്. ചവിട്ടി വിടണം. അവിടെ 8 മണിയാകുമ്പോൾ തന്നെ ക്ലോസ് ചെയ്യും. അപ്പം അതിന് മുന്നേ ഞങ്ങളോട് എത്താനായിട്ടുള്ള തന്ത്രപ്പാടിലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മാക്സിമം ഞങ്ങൾ എത്ര നേരത്തെ അവിടെ എത്തി ആ ഒരു ഇഷായോക്കിയുടെ ശിവന്റെ തലേക്കൊന്ന് ആ ലൈറ്റ് ഷോ ഒന്ന് കാണാൻ പറ്റുമെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങൾ ഇവിടെ വന്നപ്പോ നൈസായിട്ട് പണിപാളി 8:30 എത്തിയത്. ഗേറ്റ് അടച്ച് ആകെ തിരിച്ചു പോകാനുള്ള സ്കീമിൽ ഇതപ്പോ നമ്മുടെ ദൈവദൂതനായിട്ട് ഈ ഓട്ടോ ചേട്ടൻ നമ്മളെ അകത്തോട്ട് കയറ്റാന്ന് പറഞ്ഞ് ഏതാണ്ടൊക്കെ ഒരു സ്ഥലത്തോട്ട് ഞങ്ങളെ കൊണ്ടുപോയി. ഞങ്ങൾക്ക് ഓട്ടോയിലാണ് അവിടെ എത്തിയിട്ട് പറ്റുമെങ്കിൽ വീഡിയോ എടുത്തയക്കാം. ക്ലിയർ അല്ല കാര്യം. ഈ വന്ന വഴി മൊത്തം തിരിച്ചു പോയിട്ട് അവര് പറഞ്ഞ സ്കീമിലെന്താ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചെറിയ കൈക്കൂലിയൊക്കെ കൊടുത്ത്
ഞങ്ങളൊരു ബഗ്ഗി പിടിച്ചിട്ട് അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ്. ഏകദേശം ലേറ്റ് ആയി തുടങ്ങി, എന്താണെന്ന് അറിയില്ല, നോക്കട്ടെ. അകത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്, അറിയില്ല. ഒന്ന് കണ്ടാ മതി എന്നൊക്കെ പറഞ്ഞ് കയറി പൊയ്ക്കൊണ്ടിരിക്കണം. അറിഞ്ഞൂടാ. അതെ കാണാൻ പറ്റുമോ എന്തോ. ലേസർ ഷോ ഒന്നും കാണാം. അവർക്ക് ജസ്റ്റ് ആ പ്രതിമ എന്തായാലും ഇവിടം വരെ മെനക്കെട്ട് വന്നല്ല, ആ പ്രതിമ ഒന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പൊ നടന്നതാണ്. ഏകദേശം എത്താറായിട്ടുണ്ട്. ബാക്ക് സൈഡ് എത്തി. ആ ലൈറ്റ് കാണുന്നതാണ് ആ സ്ഥലം. ഒന്ന് ഫ്രഷ് ആയിട്ട് നല്ല രീതിയിൽ കാണാൻ പറ്റിയ അടിപൊളിയായിരിക്കും. നോക്കട്ടെ. തിരിച്ചപ്പുറത്തെ സൈഡിലോട്ടാണ് നമുക്ക് പോകണ്ട. യെസ്, നമ്മള് ശിവന്റെ പ്രതിമന്റെ ബാക്ക് സൈഡാണ്. ശിവന്റെ പ്രതിമന്റെ ബാക്കിലെത്തി, കാണിച്ചു തരാം. ഇതാണ് ബാക്ക് സൈഡ് ഗൈസ്. വിഷയം അങ്ങനെ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് ഞങ്ങള് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളെ കയറ്റുണ്ടായില്ല ഇത്ര നേരമായിട്ട്. ഇപ്പം തന്നെ 8:45, 8:45, 9 മണിയാവറായി. 8 മണി വരെ എങ്ങാണ്ടുള്ളൂ ടൈമിങ്. അത് കഴിഞ്ഞ് പക്ഷെ ഞങ്ങൾ ഓരോരുത്തർക്ക് അതും ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ലോങ്ങിൽ നിന്ന് തന്നെയാണ് അതാണെന്നൊക്കെ പറഞ്ഞത് ഏകദേശം എത്തിയിട്ടുണ്ട്. ഇതാണ് സംഭവം. അങ്ങനെ അതും കാണാൻ പറ്റി എന്നുള്ളതാണ് ഒരു ഭാഗ്യം. എൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കാണിച്ചിടാം. സംഭവം കൊള്ളാട്ടാ, കളർ സാധനമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ കൊടൈക്കനാൽ ടു സേലം കോയമ്പത്തൂർ ഈ സംഭവം കാണാൻ വന്നു. UBM കയറി നല്ലൊരു വണ്ടർഫുൾ ഡേ കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ റൈഡ് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ വന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഇനി ബാക്ക് ടു കൊച്ചി. നാളെ കാക്കനാട് വർക്ക് എല്ലാം. അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റി, കാണാൻ പറ്റി. അതൊക്കെ തന്നെ. ഓക്കെ, പ്ലാൻ പോലെ നടന്നു. യെസ്, ബൈ. എല്ലാവരും തുമ്പത്ത് വെച്ച്. ഓക്കെ, സീ യു ഗൈസ്. ഇഷായോഗി ഫൗണ്ടേഷനിൽ ഞങ്ങൾ കയറാൻ പറ്റുന്ന ഒട്ടും വിചാരിച്ചതല്ല. എന്തോ ദൈവഭാഗ്യം കൊണ്ട് ആ സമയത്തൊക്കെ അവിടെ എത്തിയതുകൊണ്ട്, ആ ഓട്ടോക്കാരൻ ചേട്ടൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ എത്തിയതുകൊണ്ട് എന്താ ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.